ഈ പ്ലെയർക്ക് എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. 2 വർഷം മുന്നേ ഏറ്റവും കൂടുതൽ ആവറേജിലും സ്ട്രൈക്ക് റേറ്റിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു സൂര്യകുമാർ യാദവ്. അയാളുടെ ബാറ്റിംഗ് പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് അയാൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയത്. അല്ലാണ്ട് ക്യാപ്റ്റൻസി പെർഫോമൻസുകളോ ക്യാപ്റ്റൻസി എക്സ്പീരിയൻസോ അയാൾക്ക് കുറവായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി ഇന്ത്യക്ക് വേണ്ടി T20 വേൾഡ് കപ്പ് നേടിക്കൊടുത്തു. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അയാൾ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം അയാളുടെ ബാറ്റിംഗ് പെർഫോമൻസിനെ അത് നന്നായിട്ട് ബാധിച്ചു. അയാളൊരു നനഞ്ഞ പടക്കം പോലെയായി സൂര്യകുമാർ യാദവ്. അയാൾ എല്ലാത്തിനും ഒരു തണുത്ത മട്ടായി, സ്ലോ ആയി, ചിരിക്കൽ മാത്രമായി മറുപടി കാര്യങ്ങളൊക്കെ. അയാളിലുണ്ടായിരുന്ന അഗ്രഷൻ പോയി. പണ്ട് ഒരു തീ ഉണ്ടായിരുന്നു, അയാൾക്ക് കളിക്കണം, പടയ്ക്കണം, പെർഫോം ചെയ്യണം എന്നുള്ളത്. വിരാട് കോഹ്ലിയൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ കണ്ണിലൊരു തീ ഉണ്ടായിരുന്നു. ഉള്ളിലെ തീ അണഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കും. സൂര്യകുമാർ യാദവ് തിരിച്ചു വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അയാളുടെ ക്യാപ്റ്റൻസി അയാൾക്ക് വേണ്ട, അയാളൊരു പ്ലെയറായിട്ട് വിടുക. അയാൾ ഇന്ത്യക്ക് വേണ്ടി കത്തിക്കാനുള്ള ഒരു മൈൻഡിൽ അയാളെ വിട്ട് കഴിഞ്ഞാൽ ഇനിയും അയാൾ പെർഫോം ചെയ്യും.